നല്ലൊരു കളർ പ്രിന്റ് എടുത്തു. ഉണർന്ന സമയത്ത് തലയിണൊക്കെ വെച്ച് കിടക്കണ ഇവിടെ. ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈലാത്ര. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ഷാനാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ രാവിലെ തുടങ്ങിയിട്ടുള്ള വീഡിയോക്ക് ഇൻട്രോ കൊടുക്കുന്നത് വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചായയൊക്കെ കുടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ വെച്ച് കിടക്കണ ഇവിടെ. എണീച്ചിട്ട് വന്നിട്ട് കേൾക്കാണ്. താരെ തലയണ വെച്ചെന്ന് ടി വിക്ക് കണ്ട് സുഖിച്ച് കിടക്കണല്ലേ. ഇതൊന്നും ഉണ്ടാവാറുണ്ടോ ഈ ശീലം? ഉണ്ടാവാറുണ്ടോ? ഡെയിലി ഇങ്ങനെ ചെയ്യണേ. രാവിലെ എഴുന്നേറ്റ് പാട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്ലാസ് പച്ചവെള്ളം, എന്നിട്ട് ചായ, എന്നിട്ട് വേറെ എന്തെങ്കിലും. ഓക്കെ, എത്ര ദിവസം ഉണ്ടാവും? ഓക്കെ, കുറേ ദിവസമായില്ലേ വ്ളോഗൊക്കെ എടുത്തിട്ട്? 8-9 ദിവസത്തോളമായി. അപ്പം എല്ലാവരുടെ അലർജി പ്രശ്നങ്ങളൊക്കെ മാറി അല്ലേ? ചുമ, ജലദോഷം, പിന്നെന്താണ് കഫ്കെട്ട് പ്രോബ്ലങ്ങളൊക്കെ മാറി അല്ലേ? നിൻ്റെ മാറിയില്ലേ? ഇപ്പം ഇന്ന് മദ്രസ അല്ല കേട്ടോ. മദ്രസ റേഞ്ച് ആയ കാരണം ഇന്ന് മദ്രസ അല്ല. അപ്പോൾ കുറച്ചൊന്ന് രാവിലെ ഒന്ന് ഫ്രീ ആയി. ഇനിയിപ്പോൾ എന്താ, സ്കൂളില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ അടുത്ത് വരികയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പഠിപ്പും കാര്യങ്ങളാണ്. മദ്രസയുടെ എക്സാമും ടെൻഷനൊക്കെ മാറി വന്നപ്പോഴേക്കിനും ഇനി സ്കൂളത്തെ അല്ലേ ഓണപ്പരീക്ഷയ്ക്ക്. മിന്നുസുധ താത്താൻ്റെ മുടിയിലിടുന്നതൊക്കെ ഇവിടെ കൊടുന്നിട്ടേക്കണു. കൊണ്ടുവെക്ക് മിന്നു. അടുക്കളയത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ വേണ്ടത് അല്ലേ? എവിടേക്കാ എൻ്റെ പൊട്ടുകുടം കൊണ്ടോണ്? മിന്നു ആ എടുക്കണോ? അവളെ ലാപ്ടോപ്പ്. നമുക്ക് പെട്ടി മാറ്റാനുള്ള സമയമായി അല്ലേ? ഇല്ലേ? ഇല്ല മിന്നൂസി, മടുത്തില്ലേ ഇപ്പം ആ ബോക്സിലുള്ളതൊക്കെ? എന്താ സ്റ്റൈലില്ല മിന്നൂസിൻ്റെ കട. സാറ്റർഡേ സൺഡേ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടപ്പതാ. ഇന്നലെ തിങ്കളാഴ്ച അല്ലേ? ഇന്നലെയും മഴയില്ല. ഇന്നിപ്പതാ നല്ല മഴ കേട്ടോ. അന്ന് ഇപ്പോൾ ഇങ്ങോട്ട് നിക്കീസ് നിൽക്കി പുതിയ ഹെയർ സ്റ്റൈലൊക്കെ പിന്നെ ഇപ്പോൾ ഡെയിലി കണ്ടെത്തണം പറഞ്ഞിട്ട് ഇതാ ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈലാത്ര. കണ്ടില്ല? അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒടിഞ്ഞേക്ക്. മിന്നു, ഇതെന്താ മിന്നുസിനെ കൊണ്ടുപോകാൻ പറ്റില്ല? എന്നെടുക്ക്. മിന്നൂസ് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് അവിടെ വഴിക്ക് കൊണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പോൾ മിന്നൂസ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ല, അവിടെ പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളിലായിട്ട് നമ്മൾ ഡോർ അടച്ച് കഴിഞ്ഞാൽ കരയും ചെയ്യും. ഇന്ന് ഷാനക്കോടെ പിടിച്ച് വണ്ടി കയറാൻ പോകണം അല്ലേ? കുട പിടിച്ച് വണ്ടി കയറണ്ടേ? കുഴപ്പമുണ്ടോ? നല്ല നല്ല മഴ, നല്ല മഴയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നല്ല മഴയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതൽ പോവാഞ്ഞത്. താത്താനെ അടിക്കണ്ട പെണ്ണേ. പിന്നെ അതാ നമ്മുടെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇനി എടുത്തു വെക്കാണ്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇവിടെ കടക്കാതിരിക്കാനായിട്ട് ചെറിയൊരു ഹമ്പ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര വെള്ളം വന്നു പറഞ്ഞാൽ നല്ല മഴ പെയ്യുമ്പോൾ സൺസൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇറ്റി വീഴുന്ന ആ ഒരു വെള്ളമുണ്ട്. നല്ല പ്രഷറിൽ കാറ്റും മഴയൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിൽ വെള്ളം നിൽക്കുക. അപ്പോൾ അത് അടിച്ചു വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ അത് പായലായിട്ട് മാറും കേട്ടോ. പിന്നെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാമ്പേഴ്സും അതേപോലെ പ്ലാസ്റ്റിക് കവറും ഇങ്ങനെ തരംതിരിക്കലാണ് കേട്ടോ. കാരണം ഇപ്പോൾ പാമ്പേഴ്സൊക്കെ നമുക്ക് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ജെല്ല് കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴുകിയിട്ട് ഇതുപോലെ നല്ലവണ്ണം ഉണക്കി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിതസേന വന്ന്
കൊണ്ടുപോയിക്കോളൂ കേട്ടോ. നല്ല ഉണക്കി കൊടുത്താൽ മതി. നമ്മൾ എത്ര ഉണക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ വഴിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ വഴിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവർ വണ്ടി വന്നിട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ള് നനയുന്ന കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി എന്തായാലും ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഉണക്കി അത്യാവശ്യം കത്തിക്കാൻ പരുവത്തിനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയണ്ടല്ലോ. കാരണം നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അത് പറയുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അത് നനഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ ജെല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനെന്തായാലും അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ഈ ഭാഗത്ത് വരാൻ കാരണം ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം സൈഡിൽ നിന്ന് ഉണങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇടുന്നതാണ് കേട്ടോ. അതിൽ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും, പിന്നെ കുറച്ച് ഉണങ്ങാത്തതും ഉണ്ടാവും. പിന്നെ അതൊക്കെ അങ്ങനെ നമുക്കിതാ ഒരു ഡ്രമ്മുണ്ട് ഇവിടെ കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അതിൽ താഴെ ഒരു പൊട്ടൽ കാരണം പിന്നെ അത് വീണ്ടും ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് വലിയൊരു ഉപകാരമാണ് കേട്ടോ. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കാര്യങ്ങൾ, അതേപോലെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഞാനിതിൽ അവർക്കുള്ള ഐറ്റംസും വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇതിലാണ് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വേഗം ഡയറക്റ്റ് അവർക്ക് എടുത്തു കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്കിനി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ കണ്ടില്ല, അവിടെ നന്നായിട്ട് കച്ചറയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കായി മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് അധികം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉണങ്ങിക്കോട്ടെ പെട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു മേലെ തെണ്ടിലുള്ള ഭാഗത്ത് കുറച്ച് പ്ലാസ്റ്റിക്, ആ കൊട്ടയിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, അതേപോലെ ടോയ്സൊക്കെ പൊട്ടിയതൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്താൽ ആ ഒരു ഭാഗം വൃത്തിയാവും കേട്ടോ. മിന്നൂസ് ഇന്ന് ഉറങ്ങുന്ന സമയത്ത് ഉണർന്ന സമയത്ത് ഉറങ്ങുക എന്ന് പറഞ്ഞ അവസ്ഥയിൽ അല്ലേ മിന്നോ? ഈ നേരത്തല്ലേ നീ ഉറങ്ങുക അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ? താത്തയാണെങ്കിൽ ഇതാ ടെറസിൻ്റെ മേലെ ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ മയിലിൻ്റെ അഴിഞ്ഞാട്ടം കാരണം കുറേ ഇങ്ങനെ മയിൽപ്പീലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ കൊടുന്ന് ഇവിടെ വെച്ചേക്കുക. പറയണം മുകളിൽ കൊണ്ടുപോകാൻ. മിന്നൂസ് അപ്പം ഇതാ ടി വി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ മിന്നൂസിൻ്റെ മുടി ഞാനങ്ങോട്ട് ട്രിമ്മറെ കൊണ്ട് കട്ട് ചെയ്ത് ഒരു ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. മറ്റേത് അവരുടെ ചെവിൻ്റെ ഈ ഗ്യാപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഒന്നെങ്കിൽ ബാക്കിലോട്ട് നീട്ടി വളർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ചെവിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തി നിൽക്കുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷനായിരിക്കും. പറയാനറിയില്ലല്ലോ നമ്മളോട്. ഇതെന്താ കാട്ടണേ? ഉളു എടുക്കുക. ഇപ്പം കുറച്ചായിട്ട് അവൾ ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഉളു എടുക്കുന്ന സമയത്ത് കണ്ടിട്ടാണോ എന്നറിയില്ല, കൈ രണ്ടും ഇങ്ങനെ കഴുകുന്ന പോലെയൊക്കെ കാണിക്കും. ഒന്നുകൂടെ കാണിച്ചാ മിന്നു, കൈ കഴുകുക. എങ്ങനെ കൈ കഴുകുക? എങ്ങനെ കൈ കഴുകുക? എങ്ങനെ കഴുകുക? അതാ 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 അതാ. അപ്പോൾ മിന്നൂസിനെ ഒതുക്കാൻ വേണ്ടി അവിടെ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമൊന്നുമില്ല, വെറുതെ ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഹോം പേജോ അല്ലെങ്കിൽ ക്രോമിലോ അല്ലെങ്കിൽ ഫോട്ടോസിലോ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ട് കിടക്കും. അപ്പോൾ ഞാനിതായത് ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് ഞാൻ കാണിച്ചു തരാം. മിന്നൂസിന് എന്താ പറയുക, ഡെയിലി വെയർ ആയിട്ടും പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടീഷർട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഒരു 3 കളറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാകും. ഒരു പർപ്പിൾ കളറ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അത്യാവശ്യം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടീഷർട്ട് ആണെങ്കിൽ വീട്ടിലാണെങ്കിലും അതേപോലെ തന്നെ അവർക്ക് എവിടേക്കെങ്കിലും പോകുമ്പോഴാണെങ്കിലൊക്കെ നല്ല എന്താ പറയുക സുഖമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. നമ്മൾ ഈ ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലത്. ഇതിൽ കണ്ടില്ല ഇങ്ങനെ ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ 1 and 2 age ആണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ. മിന്നൂസിനിപ്പം 1.5 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം പാകം വരുന്നൊരു ടീഷർട്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക്. എല്ലാവർക്കും ബ്ലാക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ബ്ലാക്കിൽ ഇതേപോലെ ഒരു ഫ്ലവർ വരുന്ന ഒരു ടൈപ്പ്. അപ്പോൾ ആ രണ്ടും ഏകദേശം ഒരേ അളവാണ് കേട്ടോ. കണ്ടു. പക്ഷെ നമുക്ക് വൈറ്റ് വന്നപ്പം കുറച്ചൊന്ന്
ഇത്തിരി വലിയ സൈസായി. എന്തായാലും ആ 2 അപേക്ഷിച്ചിട്ട് ഞാൻ പിന്നെ അത് പാകവും കളറും ഒക്കെ ഞാൻ കൊടുത്ത് അതേപോലെ ആയ കാരണം മാറ്റണ്ടെന്ന് വിചാരിച്ചു. ഇതിപ്പം ചെറുതായിരുന്നെങ്കിൽ നമുക്ക് കൊടുത്തയക്കാം, തിരിച്ച് റിട്ടേൺ അയക്കായിരുന്നു. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, വൈറ്റിൽ തന്നെ ഈ ഒരു ഫ്ലവറും കാര്യങ്ങളും വലിയ വ്യത്യാസമല്ല. ഇതിലിപ്പം അവിടെ ആ ഒരു ഇത് എത്രയാണ് സൈസ് എന്നുള്ളതിൻ്റെ ആ ഒരു ടാഗ് ഇല്ല കേട്ടോ, അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾ വളരെയല്ലേ, അപ്പോൾ നമുക്ക് പിന്നീട് യൂസാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു 3 ടീഷർട്ടും കൂടെ ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനിതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് 12, 14 ഒക്കെ ഏജുള്ള കുട്ടികൾക്കൊക്കെ അതിൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അത്രയും നല്ലതായതുകൊണ്ടാണ്. ഇതിൽ പ്രൈസൊന്നും ഞാൻ പറയണില്ല, കാരണം ചെറിയൊരു മാറ്റങ്ങൾ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഒരു 1 വീക്കിന് മുന്നെയാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊരു വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അവർക്ക് പാൻറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാം, അല്ലാണ്ട് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മെയിൽ പെടുക അങ്ങനെ ഒന്നുമില്ല. ക്യാഷ് ഗൂഗിൾ പേ ആയാലും ബാങ്ക് ട്രാൻസ്ഫർ അവർക്ക് UPI വെച്ച് നമ്മൾ ക്യാഷൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ റിട്ടേൺ കിട്ടും കേട്ടോ. നമ്മൾ തിരിച്ച് ഈ സാധനം അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൈസ നമുക്ക് ഓട്ടോമാറ്റിക്കായി ബാങ്കിൽ കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും ടെൻഷൻ വേണ്ട, നമുക്ക് ഈസി റിട്ടേണൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. കാരണം അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റിയും അതേപോലെ ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വിലയൊക്കെ ഓൺലൈനിൽ അത്യാവശ്യം കുറവായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഗാന്ധിജീൻ്റെ ചരിത്രം എഴുതി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിക്ചറൊന്നും വീട്ടിൽ ബുക്കൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാനൊരു പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് നല്ലൊരു കളർ പ്രിൻ്റ് എടുത്തു ഗാന്ധിജിയുടെ. ഇഷ്ടമായില്ലേ? ഇതങ്ങോട്ട് ഒരു A4 വെട്ടി ഒട്ടിക്കുക, എന്നിട്ട് ബാക്കി ചരിത്രങ്ങൾ അങ്ങോട്ട് എഴുതുക. ഓക്കെ, നാളെയാണോ കൊണ്ടുപോകേണ്ടത്? പിന്നെ അതാ ഷാനാക്ക് ഷാന ചെല്ലിയിരുന്ന തസ്ബി കംപ്ലൈൻ്റ് ആയിട്ടോ. എന്നിട്ട് ഇപ്പം എന്നെക്കൊണ്ട് പുതിയതൊരെണ്ണം വാങ്ങിപ്പിച്ചേക്കാണ്. ഇതിൻ്റെ വയലറ്റാണ് എൻ്റെ കയ്യിൽ കേട്ടോ. ഇതന്നെ കിട്ടണം എന്നായിരുന്നു അത്ര ആഗ്രഹം, പക്ഷെ അവളയിൽ ഉണ്ടായിരുന്നത് വേറെ ഏതൊരു മോഡലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ അടുത്താണ് വാങ്ങിച്ചത്. അപ്പം ഇനി പാവല്ലേ തോന്നിയിട്ട് വാങ്ങി തന്നതാണ് അല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ പൊരിക്കടി കണ്ടാൽ വിടില്ലല്ലോ. അപ്പോൾ നമ്മളിതാ കുറച്ച് പൊരിക്കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എൻ്റെ പാലിപ്പം പോയിരുന്നു. അസ്സലാമു അലൈക്കും.